ഹെൽത്ത് കെയറിൽ എന്നും യു കെയിൽ റിക്രൂട്ട്മെൻറ്റ് കൂടുതലാണ്. നമ്മൾ യു കെയിൽ ജോബ് മാർക്കറ്റ് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഹെൽത്ത് കെയറിൽ എസ്പെഷ്യലി ക്ലിനിക്കൽ നഴ്സിംഗിലെ വേക്കൻസീസ് എപ്പോഴും ഹൈ ആണ്. നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഞങ്ങളെ കണക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ഞങ്ങൾ കോൺഫിഡൻസോട് കൂടി പറയുന്ന ഒരു ഓപ്ഷനാണ് യു കെ. ഒരു NMC അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു BSc നഴ്സിംഗ് ഡിഗ്രി യു കെയിൽ പഠിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ബാൻഡ് 5 നേഴ്സായിട്ട് സെറ്റിൽ ആകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് യു കെ എപ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആവുന്നത്. നമുക്കറിയാം നാട്ടിൽ ഒരു BSc നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുക്കണം, വലിയ ഫീസ് തന്നെ വരും. പക്ഷേ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പം ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇന്ത്യയിൽ നമ്മൾ BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. അതുമാത്രമല്ല ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലുള്ളത് പുറത്താണ്, അല്ലെങ്കിൽ എബ്രോഡാണ്. നമ്മൾ നാട്ടിൽ പഠിച്ചിട്ട് വിദേശത്തൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് IELTS OET വേണ്ടി വരും, OSCE എക്സാം പാസ്സാവേണ്ടി വരും, CBT എക്സാം പാസ്സാവേണ്ടി വരും. അതുമാത്രമല്ല ഒരുപാട് സ്റ്റെപ്സ്, നമുക്കൊരു സ്പോൺസറെ കണ്ടെത്തണം. അങ്ങനെ ഒരു ജോബ് കിട്ടാൻ തന്നെ വലിയ പാടാണ്. അവിടെയാണ് നമ്മൾ +2 കഴിഞ്ഞ് സയൻസ് അല്ലെങ്കിൽ പോലും ഏത് സ്ട്രീമിലാണെങ്കിൽ നമുക്ക് യു കെയിൽ നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു 45% +2 മാർക്കുള്ള ആർക്കും ഏത് സ്ട്രീമിൽ നമ്മൾ +2 കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു കെയിൽ BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റും. ഈ 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഈ ഡിഗ്രി യു കെയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ബാൻഡ് 5 നേഴ്സായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഒരു പിൻ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത്ര യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് തന്നെ യു കെയിലുണ്ട്. നിങ്ങളൊരു നഴ്സിംഗ് ഡിഗ്രി പഠിക്കാനാണ് യു കെയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങളെ കരിയറിനെ പറ്റിയും ജോബിനെ പറ്റിയും നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്കതെല്ലാം സെറ്റാണ്. യു കെയിൽ നമ്മളൊരു സ്പോൺസറെ കണ്ടെത്താനൊക്കെ നമ്മൾ ഹൈ സാലറി ത്രെഷോൾഡൊക്കെ വേണമെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് ഈ നഴ്സിംഗ് പോലത്തെ കോഴ്സുകൾ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു നേഴ്സ് ആവാൻ ഒക്കെ നമുക്ക് NHSകളും പല ട്രസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, പല ഡിസ്കൗണ്ട്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസിന് എപ്പോഴും നഴ്സിംഗ് കഴിഞ്ഞാൽ എപ്പോഴും യു കെയിൽ ജോലിയുണ്ട്. അപ്പോൾ അടുത്ത ഇൻടേക്കിലേക്കുള്ള നഴ്സിംഗ് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണക്ട് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ഞങ്ങൾ കവർ ചെയ്ത് തരാം.